കല്യാണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നടക്കേണ്ട വലിയൊരു ഇടപാടാണ്. ആ ഇടപാട് ആ രൂപത്തിലായി വന്ന് ഭവിക്കുന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോ കാണാം ത്വലാഖ്. ഇപ്പൊ അതൊരു വലിയ ട്രെൻഡാണ്, ത്വലാഖ് ചൊല്ലിയ കുറച്ച് പെണ്ണുങ്ങന്മാർ ഇപ്പൊ ഒരുമിച്ച് കൂടുകയാണ്. ഇപ്പൊ അതൊരു ട്രെൻഡാണ്, ഒരു വൈബാണ്. ഓരോന്ന് പുതിയത് ഇങ്ങനെ കടന്നു വരികയാണല്ലോ. എന്താണ് ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങന്മാരൊക്കെ ഒരുമിച്ച് കൂടും. ഒരുപാട് ചെറുപ്പക്കാരികൾ. എന്നിട്ട് ഒരു റീൽസ് ഇറക്കുകയാണ്. എന്താണ് റീൽസ്? അടിച്ചു പൊളിക്കുന്ന റീൽസ്. നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ അവര് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ത്വലാഖ് ചൊല്ലിയ സന്തോഷത്താൽ കേക്ക് മുറിക്കുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോഴാണ് മൊബൈലുകൾ ഇങ്ങനെ തെരഞ്ഞ് ഓരോന്നിങ്ങനെ നീക്കി നോക്കുന്നതിന്റെ ഇടയിൽ ഒരു പെണ്ണിത് കാണുന്നത്. ആ പെണ്ണാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെ ചില പ്രയാസങ്ങളും ഭർത്താവിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കണക്കിലെടുത്തിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ്. ചെറിയ ഒരു സംസാരം അവർക്കിടയിൽ ഉണ്ടായാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പെണ്ണെ, നിന്നെ ഞാൻ നന്നായി നോക്കാം, അല്ലെങ്കിൽ നീ കുറച്ച് ക്ഷമിക്ക്, അള്ളാഹിനോട് ദുആ ചെയ്യ്. കുടുംബങ്ങൾ സംസാരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന വിഷയമാണ്. അപ്പോഴാണ് പെണ്ണ് റീൽസ് കാണുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലേ. അതാ ത്വലാഖ് ചൊല്ലിയവരൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതുകൊണ്ട് ഞാനും ത്വലാഖ് ചൊല്ലിയാൽ എന്താ, എനിക്കും ഒരു ത്വലാഖായാൽ എന്താ? സുബ്ഹാനല്ലാഹ്. ഈ ത്വലാഖ് ചൊല്ലപ്പെടുന്ന സർവ്വ കല്യാണങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ചെന്നാൽ ആ കല്യാണങ്ങളിൽ ഒരുപാട് ഹറാമുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വേണ്ടാത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് പലതും സംഭവിച്ചിട്ടുണ്ട്, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് പലതും ആ കല്യാണങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലം 1 മാസം കഴിയുമ്പോ അവര് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ.